നമസ്കാരം അമ്മേ. നമസ്കാരം. അടുത്ത ചോദ്യം, ധ്യാനം ചെയ്യുമ്പോൾ ചിന്തകൾ നിലയ്ക്കാത്തത് തെറ്റാണോ? അല്ല. ധ്യാനത്തിന്റെ തുടക്കത്തിൽ ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണ്. ധ്യാനം എന്നത് ചിന്തകളെ തടയുക അല്ല ചെയ്യുന്നത്. പിന്നെ പിന്നെ അതിനെ അതിനെ പിന്നെ സീരിയസ് ആയിട്ട് എടുക്കാതെ വിട്ട് കളയാനാണ് നമ്മൾ പഠിക്കേണ്ടത്. നിരന്തരമായിട്ട് നമ്മൾ ധ്യാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കും. പക്ഷെ ആദ്യമൊന്നും കുറച്ചു കാലത്തേക്കൊന്നും കിട്ടില്ല. പക്ഷെ അത് കണ്ടിട്ട് നമ്മൾ അഭ്യാസം മുടക്കാനൊന്നും പാടില്ല. പതുക്കെ പതുക്കെ അതിലേക്കൊക്കെ എത്തും. വലിയ വലിയ കാര്യങ്ങളാകുമ്പോൾ നമ്മൾ പതുക്കെ പോയെങ്കിൽ ഇതെല്ലാം നടക്കും. അപ്പോൾ ക്ഷമയോട് കൂടിയിട്ട് വീണ്ടും വീണ്ടും ധ്യാനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ നമ്മളെ മനസ്സ് ശാന്തമായി നിൽക്കും. അതുവരെ പല പല ചിന്തകളും വരും. അതൊന്നും ഒരു തെറ്റായിട്ട് ആരും കാണാൻ വേണ്ട, അതൊരു മോശമായിട്ടും കാണണ്ട. അതൊക്കെ താൽക്കാലികം മാത്രം. പിന്നീട് അതെല്ലാം ശരിയായിക്കോളും. ശരി അമ്മേ. ഉം. അടുത്ത ചോദ്യം, കർമ്മം എന്നത് എന്താണ്? നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ എന്നിവയുടെ ഫലമാണ് കർമ്മങ്ങൾ. നല്ല കർമ്മങ്ങൾ സന്തോഷത്തെയും ശാന്തിയെയും സമാധാനത്തെയൊക്കെ നൽകും. പക്ഷെ ദോഷകരമായ കർമ്മങ്ങളാണ് നമ്മളിൽ നിന്നുണ്ടാവുന്ന വെച്ചാൽ അത് ദുഃഖത്തിനും പിന്നെ ഒരു കടബാധ്യത പോലെ പല പല ജന്മങ്ങളിലായിട്ട് നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കഴിയുന്നതും നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല കർമ്മങ്ങൾ മാത്രം, പ്രത്യേകിച്ചിട്ട് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാതിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ആരെയും വേദനിപ്പിക്കാതെ, അത് ആരെയും എന്ന് വെച്ചാൽ മനുഷ്യനെ മാത്രമല്ല, ഏത് ജീവജാലങ്ങളെയും നമ്മൾ വെറുതെ ദ്രോഹിക്കാതെ നിൽക്കേണ്ടത് ഒരാവശ്യം തന്നെ. ആ കർമ്മങ്ങൾ തന്നെയാണ് നമുക്ക് പല പല ജന്മങ്ങൾ എടുക്കാൻ കാരണമായിക്കൊണ്ടിരിക്കുന്നത്. ശരി അമ്മേ. അടുത്ത ചോദ്യം, ഉം. ദൈവത്തെ കാണാതെ വിശ്വസിക്കാമോ? കാണുന്നത് മാത്രമല്ല സത്യം, കാണുന്നതിലപ്പുറമുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെയാണ് ദൈവവിശ്വാസം വരുന്നത്. ആരും ദൈവത്തിനെ നേരിട്ട് കണ്ടവരാരും ഇല്ലല്ലോ. ചിലപ്പോ എത്രയോ ഒക്കെ ശരിയാണ്, ഭഗവാൻ ഒന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും, സാധാരണക്കാർക്ക് ആർക്കും അതങ്ങനെ കിട്ടാറില്ലല്ലോ. പക്ഷെ നമ്മളെ അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ ദൈവം ഉണ്ടെന്നൊക്കെ വിശ്വസിച്ച് വരുന്നത്. പ്രേമം, ശാന്തി, കരുണ, അവയിലൂടെയൊക്കെയാണ് നമ്മൾ ദൈവത്തെ അനുഭവിക്കുന്നത്. പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ ആരെങ്കിലും നമ്മളെ അടുത്തെത്തി നമ്മളെ സഹായിക്കുന്നു. അപ്പം നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ദൈവം കൊണ്ട് തന്നെ ആളാണെന്ന്. കാരണം ആ ഒരു ദൈവാധീനം ഇല്ലാത്തവർക്ക് അങ്ങനെ ഒരാൾ സമയത്ത് കിട്ടാറില്ല സാധാരണ. ദൈവാധീനമുള്ളവർക്കാണെങ്കിൽ എത്ര കഷ്ടപ്പെടുന്ന സമയത്തായാലും ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായത്തിനായിട്ട് എത്തിപ്പെടാറുണ്ട്. അങ്ങനെ ദൈവവിശ്വാസമുള്ളവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇതുവരെ ഞാൻ കൺമുട്ടി പലരും ഞാൻ കേട്ടിട്ടുണ്ട്. പലർക്കും ദൈവം ശരിക്കും സഹായം നല്ലോണം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാനും അതേ ഇതിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ നേരിൽ കാണുന്നില്ല, അത് അനുഭവത്തിലൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ശരി അമ്മേ. അടുത്ത ചോദ്യം, ഭക്തിയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്? ഭക്തി ഹൃദയത്തിലുള്ളതാണ്, ജ്ഞാനം ബുദ്ധിയിലുള്ളതാണ്. അതായത് നമ്മൾ ഹൃദയത്തിലൂടെ പോകുമ്പോഴാണ് പിന്നെ ശരിയായ ഭഗവാനോടുള്ള സ്നേഹവും പ്രേമവും മറ്റുള്ളവരുള്ള ദയ, കാരുണ്യം എല്ലാം നമുക്ക് ഹൃദയത്തിലൂടെയാണ് കിട്ടുന്നത്. പിന്നെ ജ്ഞാനം പറയുന്നത് നമ്മള് പിന്നെ ഗുരുക്കന്മാരിൽ നിന്ന് കേൾക്കുന്നതും പിന്നെ ബുക്കുകൾ വായിച്ചിട്ട് കിട്ടുന്നതും അങ്ങനെ ഉണ്ടാവുന്ന ബുദ്ധിയിലുണ്ടാകുന്നതാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. പക്ഷെ രണ്ടും എത്തുന്നത് ഒരേ ഒരു സത്യത്തിലേക്കാണ്, അതായത് പരമമായ മോക്ഷം. അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ട് ചെയ്യുന്നത്. ശരി അമ്മേ. ഉം. അടുത്ത ചോദ്യം, മന്ത്രജപം ആത്മീയ ജീവിതത്തിന് എങ്ങനെയാണ് സഹായിക്കുന്നത്? മന്ത്രജപം മനസ്സിനെ ഏകാഗ്രമാക്കുന്നുണ്ട്, നമ്മുടെ ആന്തരിക ഊർജത്തെ ഉണർത്തുന്നുണ്ട്, ചിന്തകളുടെ അശാന്തിയെ കുറയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരേ ടൈമിൽ തന്നെ നമ്മൾ മന്ത്രജപം ജപിക്കുമ്പോൾ അതിന് കൂടുതൽ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. ഒരേ സമയത്ത് ഒരേ എണ്ണത്തില് ഒരു 108 108 കറക്റ്റായിട്ട് ദിവസം ഒരേപോലെ ചെയ്യുക, ഒരേ സമയത്ത് ചെയ്യുക, അതിന് ശക്തി കൂടുതലാണ്. അതുപോലെ നമ്മൾ കുറെ ആൾക്കാരുടെ കൂടെ ഇരുന്നിട്ട് മന്ത്രജപം ജപിക്കുന്നത് അതിനും നല്ല എഫക്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിയുന്നത് അങ്ങനെ ആ കൂട്ടത്തിൽ ഇരുന്നിട്ട് ജപിക്കാനുള്ള ഒരു ഇത് നമ്മൾ അമ്പലങ്ങളിലായാലും എവിടെയായാലും അത് ഉണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ശരി അമ്മേ. അടുത്ത ചോദ്യം, ആത്മാവിനും മനസ്സിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ആത്മാവ് മാറ്റമില്ലാത്തതാണ്. അതായത് മനസ്സ് നമ്മളെ സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ആളുകൾക്കോ അനുസരിച്ച് നമ്മളെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും. ഇഷ്ടമില്ലാത്ത ഒരാൾ വന്നാൽ നമ്മളത് പുറത്ത് പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ. പക്ഷേ ആത്മാവിന് ഒരിക്കലും ഒരു മാറ്റവും വരില്ല. അതാ കൊണ്ടുവന്നത് അതേപടി, എന്താന്ന് വെച്ചാൽ അത് സാക്ഷിയായിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ.
ഓരോ ചിന്തകളും ഓരോ സ്വഭാവങ്ങളും നമ്മളെ വന്നു പോകുന്നതെല്ലാം അതിങ്ങനെ ഒരു സാക്ഷി പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ത്യയൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിന്റെ ഒക്കെ ഇതിന്റെ കർമ്മെല്ലാം ഈ പിന്നെ ആത്മാവാടെ പിടിച്ചു വെക്കുന്നുണ്ട്. ഇനി അടുത്ത ജന്മത്തിലേക്ക് അതിന്റെ അടുത്ത ജന്മത്തിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള എല്ലാ ആത്മാവ് സ്വരൂപിച്ചു വെക്കുന്നുണ്ട്. അതാണ് ഈ ആത്മാവിനും മനസ്സിനും തമ്മിലുള്ള വ്യത്യാസം. മനസ്സെടുത്ത് ചാടും, ആത്മാവെല്ലാം നോക്കിക്കണ്ടിരിക്കും, അത്ര തന്നെ. ശരിയമ്മേ. അടുത്ത ചോദ്യം, ഞാൻ ആരാണ് എന്ന ചോദ്യം ഇത്രയും ആത്മീയ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം ശരീരത്തിനെയും പേരിനെയും അതിജീവിക്കുന്നു. ഈ ചോദ്യം നമ്മെ അഹങ്കാരത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. സ്വയം തിരിച്ചറിയാൽ തന്നെയാണ്. ഈ തിരിച്ചറിവുള്ളവർക്ക് മാത്രമേ ആത്മീയമായ ഉയർച്ചയോ ദൈവവിശ്വാസവും അതുപോലെ അതിന് വേണ്ടി അനുഷ്ഠിക്കേണ്ടുന്ന ആചാരങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയും. അല്ലാത്തവർ ഇതൊന്നും അറിയാതെ ഈ ഒരു മായാലോകത്തു നിന്നുള്ള പോലെ അങ്ങനെ ജീവിച്ചു പോവുക ചെയ്യുന്നത്. ഈ ഞാൻ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത്, ഇത്രയും കഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പാടുപെട്ടിട്ട് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ. അതാണ് അത് എപ്പോഴും ഒരു വലിയൊരു ദുഃഖങ്ങളോ അല്ല അങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോഴാണ് മനുഷ്യർക്ക് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് തന്നെ. എന്തിനാ ഇതെല്ലാം, എന്തിനാ ജീവിച്ചത്, എന്തിനാ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ആ ചില ചോദ്യങ്ങൾ ചിലരെ അത് ഉയരത്തിലേക്ക് കൊണ്ടുപോകും, ചിലരെ താഴ്ചയിലേക്ക് കൊണ്ടുപോകും. ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നവർ ആത്മീയമായിട്ട് വരും, അല്ലാത്തവർ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കോ അങ്ങനെയുള്ളതിലേക്ക് പോകുന്നവരുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാണ്ടോ എല്ലാം ഈസി ആയിട്ട് വിട്ടു പോകുന്ന കുറെ ആൾക്കാർ അത് വേറെയുണ്ട്. പക്ഷെ ഈ ഈ ഈ ഒരു ചോദ്യമാണ് നമ്മളെ മോക്ഷത്തിന്റെ കവാടത്തിലേക്ക് എത്തിക്കാൻ ഉതകുന്നത്. ശരിയമ്മേ. അടുത്ത ചോദ്യം, ബന്ധനവും മോക്ഷവും എന്താണ്? ബന്ധനം എന്നത് നാം ശരീരമാണ് എന്നുള്ള ഒരു തെറ്റായ ചിന്ത ഉണ്ടല്ലോ. നമ്മൾ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നമ്മളെ ബന്ധം മുഴുവൻ കിടക്കുന്നത്. അച്ഛൻ, അമ്മ, ഭാര്യ, സഹോദരങ്ങൾ, മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിലാണ് കൂടുതൽ ആൾക്കാരും. അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ബന്ധനം എന്ന് പറയുന്നത്. പക്ഷെ ഇതല്ല, ഞാനൊരു ശുദ്ധ ചൈതന്യമാണ്. ഞാൻ ഈ അച്ഛനമ്മമാരും കുടുംബാംഗങ്ങളും ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം താൽക്കാലികമായിട്ട് വന്നു പോകുന്നവരാണ്. ഇവർ പല പല ജന്മങ്ങളിൽ ഇങ്ങനെ പലരായിട്ട് വന്നു പോയവരാണ്. ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ, അതാണത് വേണ്ടത്. പക്ഷെ മോക്ഷം എന്നത് ഒരു ശുദ്ധ ചൈതന്യ ബോധം തന്നെയാണ്. അപ്പൊ മോക്ഷത്തിലേക്ക് പോകേണ്ടവർക്ക് ഈ താൽക്കാലികമായി വരുന്ന ബന്ധുമിത്രാദികളെയൊക്കെ താൽക്കാലികമായി നമ്മൾ ഉപേക്ഷിച്ചേ മതിയാവും. ഈ ബന്ധങ്ങളെയും പിടിച്ചു നിൽക്കുന്നവർക്കോ ഒരിക്കലും ഈ ഒരു ഇതിലേക്ക് കടക്കാൻ പറ്റില്ല. കാരണം അവര് പല പല ജന്മങ്ങളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ബന്ധുക്കളെയും കൊണ്ട് തന്നെ. ഇപ്രാവശ്യം അച്ഛനായവൻ അടുത്ത പ്രാവശ്യം പിന്നെ മകനായി വരൂ, അല്ലെങ്കിൽ ഭർത്താവായി വരൂ, അങ്ങനെ പല പല ഇതിൽ അവരെന്നെ വന്നുകൊണ്ടിരിക്കുന്നതാണ്, നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോ ആ ഒരു ബന്ധനങ്ങൾ നമ്മൾ ഒഴിവാക്കിയാലേ ശുദ്ധബോധമായ മോക്ഷത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ശരിയമ്മേ. അടുത്ത ചോദ്യം, ദുഃഖം ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യമാണോ? ദുഃഖം ശിക്ഷയായിട്ട് കാണരുത്. ദുഃഖം എപ്പോഴും നമുക്കൊരു പഠിപ്പിക്കലാണ്. എന്താന്ന് വെച്ചാൽ ആ ദുഃഖം തരുന്നത് നമ്മളെ തിരിഞ്ഞു നോക്കാനും ഇതിന്റെയൊക്കെ കാരണം എന്താണ്, എന്തിനാണ് ഞാൻ ഇത്രയും ദുഃഖിക്കുന്നത്, അതിനൊരു കാരണം എന്തായാലും ഉണ്ടാവുമല്ലോ നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പം കഴിഞ്ഞ ജന്മങ്ങളെ പറ്റിയെല്ലാം നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും. ആ പൂർവ്വജന്മങ്ങളിലേക്ക് തിരിഞ്ഞു പോകുമ്പോഴാണ് ഒരു മനുഷ്യന് യഥാർത്ഥത്തിലുള്ള ബോധം വരുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷയാണ് ഇതിപ്പം എന്നുള്ള തിരിച്ചറിവ് വന്നാലേ അവര് ഈ ആത്മീയ വളർച്ചയിലേക്ക് പോകും. അതല്ല ഇതെല്ലാം സാധാരണ അതിനെപ്പറ്റി ഇതൊക്കെ ലോകത്തെല്ലാവർക്കും നടക്കുന്നതാണല്ലോ, ഇതിലൊന്നും വലിയ കാര്യമില്ല, ദുഃഖം വരുമ്പം ദുഃഖിക്കുക, സന്തോഷം വരുമ്പോൾ സന്തോഷിക്കുക എന്നുള്ള ആ ഒരു ചിന്താഗതി പോകുന്നവര് ആ ലെവലിൽ തന്നെ കൊണ്ടിരിക്കും. ഈ ദുഃഖത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ പല പല ജന്മങ്ങളിലേക്കും പിന്തിരിഞ്ഞ് നടക്കാൻ നോക്കുന്നവര് തീർച്ചയായിട്ടും ബോധവത്വത്തിന്റെ വഴിയിലേക്ക് തന്നെ പോകും. അതിന് ഈ ദുഃഖങ്ങളെല്ലാം ഒരു ഗുണവുമാണ് കാരണവുമാണ്. ശരിയമ്മ. അടുത്ത ചോദ്യം, ഗുരു ആത്മീയ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഗുരു വഴി കാണിക്കുന്ന കണ്ണാടിയാണ്. അജ്ഞാനത്തിന്റെ മറന്നീക്കാൻ ഗുരുവിനാണ് സാധിക്കുന്നത്. പിന്നെ നമ്മളെ സ്വയം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഗുരുവിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. ആ ഗുരു പറയുന്ന പാതയിലൂടെ നമ്മൾ നടന്നാൽ നമ്മൾ വേഗം അതിലെത്തും. പക്ഷെ അത് നല്ല ഗുരു ആണോ എന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം.
എന്നിട്ട് ആ ഗുരുവിനെ വിശ്വസിച്ചു പോകുക. ആരെ കണ്ടാലും ഗുരുവെന്നോ അല്ലെ എന്തെങ്കിലും കുറച്ച് അറിവുള്ളവരെ കാണുമ്പോൾ അവരെല്ലാം ഗുരുക്കന്മാരാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ ആരുടെയും പിന്നാലെ പോവാതെ നമ്മളെ ആത്മാവിന് സംതൃപ്തി തോന്നുന്നു നമ്മളെ ഒരിക്കലും ഒരു ചൂഷണത്തിനോ അല്ല ഒരു പണത്തിനോ വേണ്ടി ഉപയോഗിക്കില്ല എന്നുള്ള ഉറപ്പുള്ള ഒരു ഗുരുവിനെ മാത്രമേ നമ്മൾ ആശ്രയിക്കാൻ പാടുള്ളൂ. ആദ്യം തന്നെ അവരുടെ അസ്വഭാവം ഇതൊക്കെ കൊണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ആരെ അവരുടെ പിന്നാലെ ആയാലും ഗുരുവായിട്ട് നോക്കിയാൽ മതി. നല്ലതാണെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കുക, അല്ലാത്തവരെയൊക്കെ വിട്ടുകളയാൻ പഠിക്കുക. ശരി അമ്മേ. ശരി മോനെ. ഉം, ഉം. ഇത്രയും പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി അമ്മേ. നന്ദി, നമസ്കാരം.